ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ഇപ്പോൾ തന്നെ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോണേ. അപ്പോൾ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. ഇന്നത്തെ വിശേഷം രാവിലെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും കയറി കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി കണ്ടോളൂ കേട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷത്തിന്റെ ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ശ്രുതി താമസിച്ചിട്ടാണ് വീട്ടിലെത്തിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രുതിക്ക് ചെറിയൊരു സംശയം തോന്നിട്ട് ചോദിക്കുക, ഇത് എന്ത് പറ്റി ശ്രുതി, നീ താമസിച്ച് വന്നത്? സാധാരണ ഇവിടെ താമസിച്ച് വരാറുള്ളത് സച്ചി ആയിരുന്നു. ഇതിപ്പോ സമയം എത്രയായി, ഇത്രയും നേരം ജോലി ചെയ്യേണ്ട, വർക്ക് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ എന്ത് ചെയ്യാൻ, എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടല്ലേ വരാൻ പറ്റത്തുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് നമ്മുടെ ശ്രുതി ചോദിച്ചു, ഭക്ഷണം കഴിച്ചിട്ടോ? എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് എന്തിനാ ശ്രുതി വരുന്നത്? എന്താ ശ്രുതി പറയുന്നത്? അല്ല ശ്രുതി, എനിക്ക് ഇവിടെ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടേ വരാൻ പറ്റത്തുള്ളല്ലോ എന്നാ ഞാൻ പറഞ്ഞത്. എന്ത് ചെയ്യാനാ, എല്ലാവരുടെയും കൂടി ഇരുന്ന് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാ. അല്ല മോളു, നീ ഭക്ഷണം കഴിച്ചായിരുന്നോ? ഞാൻ കഴിച്ചില്ല, ഞാൻ ശ്രുതിനെ നോക്കിയിരിക്കായിരുന്നു. ആണോ? എങ്കിൽ പിന്നെ ഞാൻ ഫ്രഷ് ആയിട്ട് എളുപ്പം വരാം, നീ ഫുഡ് എടുത്ത് വെച്ചോ. ഫുഡ് എടുത്ത് വെക്കാം. അല്ല ശ്രുതി, നല്ലൊരു സ്മെല്ല് വ്യത്യാസം. സാധാരണ പെർഫ്യൂമിന്റെ മണമല്ലല്ലോ, ഞാൻ അന്ന് മേടിച്ച പെർഫ്യൂമിന് ഈ മണമല്ലല്ലോ. ഇതെന്തോ സാമ്പാറിന്റെയോ രസത്തിന്റെയോ എന്തൊക്കെയോ ഒരു സ്മെല്ലാണല്ലോ. ഇങ്ങ് വന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്ത് വന്ന് മണപ്പിച്ചൊക്കെ നോക്കിയപ്പോഴത്തേക്കും അപ്പം നമ്മുടെ ശ്രുതി പെട്ടെന്ന് പറഞ്ഞു, അത് പിന്നെ വേറൊന്നുമല്ല, ഇത് പുതിയ തരം പെർഫ്യൂമാണ്. ഇത് സാമ്പാറിന്റെയും അതുപോലെ കറികളുടെ ഒക്കെ സ്മെൽ ഉള്ളതാണെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, എന്റെ പൊന്നു ശ്രുതിയെ ജോലി ചെയ്യുന്നത് ഒരു വലിയൊരു ഓഫീസിലല്ലേ? അവിടെ ഉള്ളവർക്ക് ഇതൊക്കെ സഹിക്കാൻ പറ്റുമോ? അതും ഈ സാമ്പാറിന്റെയും പുളിശ്ശേരിയുടെയും അവിയലിന്റെയും ഒക്കെ ആ ഒരു എസൻസ് ഉള്ള ആ ഒരു പെർഫ്യൂം ഒക്കെ, ഇതെന്താ ശ്രുതി പറയുന്നത്? അതെ, നാളെ മുതൽ ഇത് അടിക്കണ്ട കേട്ടോ, പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് വാ, ഞാൻ നാളെ വേറെ പെർഫ്യൂം തരാം, അതടിച്ചാൽ മതി. ഇതേതെന്റെ സ്റ്റാൻഡേർഡ് ഇല്ലാത്തവരെ പോലെ, ഈ വേർപ്പോ എന്തോ ഹോട്ടലിൽ ജോലി ചെയ്യുന്നവരൊക്കെ പോലെ എനിക്ക് തോന്നുകയെന്നൊക്കെ പറയും. പെട്ടെന്ന് നമ്മുടെ ശ്രുതി എന്റെ ഈശ്വര എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതായത് ഈ സമയത്ത് ശ്രുതി ഭക്ഷണം എടുക്കാൻ വേണ്ടി അങ്ങ് പോയിട്ടോ. അങ്ങനെ എൻ്റെ ഈശ്വര കാത്തോണേന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയാണെങ്കിൽ നേരെ ഫ്രഷ് ആകാനും പോവുകയാണ് ചെയ്യുന്നത്. ഏതായാലും ഈ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സച്ചി ആ ഒരു ടാക്സി സ്റ്റാൻഡിലേക്ക് ഓട്ടോറിക്ഷയായിട്ട് ചെല്ലുന്ന ഒരു രംഗമാണ്. നമ്മുടെ സച്ചിയുടെ കാറ് കൊടുത്തല്ലോ, സച്ചിയുടെ കാറ് കൊടുത്തിട്ടാണ് എല്ലാവരുടെയും പൈസയൊക്കെ സ്വരൂപീകരിച്ച് നമ്മുടെ സച്ചി എല്ലാവർക്കും കൊടുത്തല്ല, ആന്റണിക്ക് കൊടുത്തു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ കാറില്ലല്ലോ, അപ്പൊ കാറില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും വേണമല്ലോ, പുള്ളിക്കാരന്റെ കുടുംബം നോക്കണമല്ലോ, സച്ചിയുടെ കുടുംബം നോക്കണമല്ലോ. അപ്പൊ സച്ചി ഒരു ഓട്ടോ എടുത്തു. അപ്പോൾ ഒരു ഓട്ടോ എടുത്തിട്ട് നേരെ ടാക്സി സ്റ്റാൻഡിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ ഇവരിങ്ങനെ സച്ചിയുടെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ഇനിയിപ്പൊ എന്താ ചെയ്യുന്നത്, അവന്റെ കാര്യം ഓർക്കുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുക. അത് മാത്രമല്ല, അവന് ഇനിയിപ്പം അവന്റെ കുടുംബം നോക്കണമെങ്കിൽ അവന് നമ്മുടെ കുടുംബം നോക്കാൻ വേണ്ടി അവന്റെ വണ്ടി കൊണ്ടുപോയി വിറ്റ് ഇതിപ്പോ വല്ലാത്ത പുലിവാലായി പോയല്ലോ. അവനെ കാണുന്നുമില്ല, 2 ദിവസമായിട്ട് അവന് ഇത് എവിടെ പോയതാന്നൊക്കെ ഇങ്ങനെ മഹേഷും കൂട്ടുകാരൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഒരു ഓട്ടോ വന്ന് നിന്നത്. മഹേഷ് പെട്ടെന്ന് നോക്കുകയാണ്. അപ്പോഴത്തേക്കും ദേ സച്ചി ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വരുന്നു, മറ്റേ കാക്കിയൊക്കെ ഇട്ടുണ്ട്. ഇത് കണ്ട ഉടനെ ഇതെന്താ സച്ചി, നീ കാക്കിയൊക്കെ ഇട്ട് നീ ഇത് ഓട്ടോയില്, ഇതെന്താ നിനക്ക് പറ്റിയത്? ദേ ഇതാണ് ഇനി എൻ്റെ മയിൽ വാഹനം എന്നിങ്ങനെ പറഞ്ഞു. മയിൽ വാഹനോ? അല്ല, ഇതാണ് എൻ്റെ വാഹനം, ഇനി ഇതിലായിരിക്കും ഞാൻ സഞ്ചരിക്കുന്നത്. ടാക്സി എടാ, നീ എന്താടാ ഞങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? എന്താ ഓട്ടോയ്ക്ക് എന്താ കുഴപ്പമിരിക്കുന്നത്? അന്തസ്സായിട്ട് രാവും പകലും ഓടുകയാണെങ്കിൽ ഒരു 10,000-2000 രൂപ നമ്മുടെ കയ്യിൽ കിട്ടും. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? എടാ ഇതാടാ നല്ലത്, ഇതാ എനിക്ക് സെറ്റ് ആകുന്നത്. ഏതായാലും നിങ്ങൾ ഇതോർത്ത് വിഷമിക്കൊന്നും വേണ്ട. പിന്നെ വീട്ടിൽ പറയുമ്പം കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാകുമായിരിക്കും, അതൊക്കെ സാരമില്ല. സത്യമായിട്ടും ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും രേവതിയും ക്ഷമിച്ചോളും. സാരമില്ല, അതൊക്കെ പോട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മഹേഷിന് ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നു. മഹേഷ് പറയടാ, ഞാൻ കാരണമല്ലേടാ ഇതൊക്കെ ഇപ്പൊ സംഭവിച്ചത്. സത്യത്തിൽ സച്ചിൻ നീ കാരണമല്ല, ഞാൻ കാരണം തന്നെയാ. ഞാന് ആ പലിശ പൈസ കൊടുക്കാത്തത് കൊണ്ടല്ലേ. എടാ, ആ പലിശ പൈസ നീ കൊടുക്കാത്തത് എന്താ? നീ എനിക്ക് ചിട്ടി അടിച്ചപ്പം നീ എനിക്ക് ചിട്ടി തന്നു. അത് മാത്രമല്ല, നീ മാറ്റി വെച്ച പൈസ എടുത്ത് ഹോസ്പിറ്റലിലും ചെലവാക്കി എൻ്റെ അച്ഛന് വേണ്ടി. അതല്ലേ നീ ചെയ്തത്. അപ്പൊ പിന്നെ എങ്ങനെ നിന്റെ കുറ്റമാകും? നീ ഇതൊന്നും ആലോചിക്കണ്ട. ഓട്ടോ ആണെങ്കിലും ടാക്സി ആണെങ്കിലും ഞാൻ ഡ്രൈവറാ. ഞാൻ എൻ്റെ ജോലി എൻ്റെതായ രീതിയിൽ നല്ല രീതിയിൽ തന്നെ ചെയ്ത് എൻ്റെ കുടുംബം നോക്കും. നീ ഇതൊന്നും ഓർത്ത് സങ്കടപ്പെടുകയൊന്നും വേണ്ട. ഇത് എൻ്റെ തൊഴിലാ. ഇപ്പൊ ഓട്ടോറിക്ഷ ആയെന്നേ ഉള്ളൂ, നേരത്തെ ടാക്സി ആയിരുന്നു, ഈ വ്യത്യാസമല്ലേ ഉള്ളൂ. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ,
പിന്നെ ആകെ വിഷമം എന്ന് പറഞ്ഞാൽ സച്ചി എല്ലാവരുടെയും മുമ്പിൽ തോറ്റുപോയി. വേറെ എല്ലാവരുടെയും മുമ്പിലല്ല, വീട്ടില് കുടുംബത്തില് എല്ലാവരും എന്നെ എന്തോ അവഗണനയോട് കൂടിയാ നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് എൻ്റെ അച്ഛൻ. അതൊന്നും എനിക്ക് സഹിക്കുന്നില്ലടാ. പിന്നെ പാവ രേവതി, അവളുടെ അനിയനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഈ സത്യങ്ങളൊക്കെ പറഞ്ഞാൽ എനിക്ക് ജയിക്കാം, എല്ലാവരുടെയും മുമ്പിൽ ഞാൻ നല്ലവനാകും. പക്ഷെ അവിടെ എൻ്റെ രേവതിയല്ലേ സങ്കടപ്പെടുന്നത്. അവൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്, പൂക്കടയിട്ടും അതുപോലെ തന്നെ എല്ലാത്തിലും അവൾ സന്തോഷിച്ചു വരികയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് മുട്ടിക്കാനായിട്ട് ഇങ്ങനെ ഒരു പുത്രനൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എങ്ങനെയാ ആദ്യം അങ്ങേര് ഇവൻ കാരണമാണ് പോയത്. ഇനിയിപ്പം രേവതിയുടെ അമ്മയും അനിയത്തിയൊക്കെ വിഷമിക്കുന്നത് കാണാൻ എനിക്ക് വയ്യടാ. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും പറയാതിരിക്കുന്നത്. പക്ഷെ ഓരോ ദിവസം ചെല്ലും തോറും അച്ഛൻ എന്നോട് വെറുപ്പ് കൂടിക്കൂടി വരിക. ഞാൻ എന്താ ഇങ്ങനെ ആയത്, ഞാൻ എന്തിനാ കാര്യമില്ലാതെ ശരത്തിനെ തല്ലിയത് എന്നൊക്കെ അച്ഛൻ ആവർത്തിച്ച് ചോദ്യം. അച്ഛൻ്റെ ആ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലടാ. പക്ഷെ ഞാൻ പിടിച്ചു നിൽക്കും. കാരണം രേവതി ഇതൊന്നും അറിയരുത്. അവൾക്ക് ഒരുപാട് സങ്കടമാകും. ഇപ്പം ഞാൻ ഇങ്ങനെ ആയല്ലോ എന്നോർത്തിട്ട് അവൾക്ക് സങ്കടം. പിന്നെ ഞാൻ പണ്ട് മുതലേ ഇങ്ങനെയാണെങ്കിൽ ലേശം അവൾക്ക് അറിയുകയും ചെയ്യാം. ഇടയ്ക്കൊന്ന് നന്നായി അങ്ങനെ അവൾ ചിന്തിച്ചോളും. പക്ഷെ അവളുടെ അനിയന് ഒരു കള്ളനാന്ന് അറിഞ്ഞാൽ എന്താടാ അവള് വിചാരിക്കുക? അവൾക്ക് പിന്നെ സന്തോഷം കാണുമോ? അവളുടെ ജീവിതം പിന്നെ എങ്ങനെയായിരിക്കും? അതൊക്കെ ഓർക്കുമ്പോഴാ പോട്ടെ, സാരമില്ല. ഇനിയിപ്പം ഇത് ഓർത്തിട്ട് ഞാൻ ടെൻഷൻ അടിച്ച് സമയം കളയാന്നല്ലേ ഉള്ളൂ, വരുന്നത് വഴിക്ക് വെച്ച് കാണാന്നൊക്കെ പറയാണ്. അപ്പം അതിൽ ഈ ഒരു സംഭാഷണമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ നമ്മുടെ സുധീനെയാണ് കേട്ടോ. നമ്മുടെ സുധി ഹോട്ടലിൽ ഇങ്ങനെ ജോലി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ കുറച്ച് പേര് ഹോട്ടലിലേക്ക് കടന്നു വരുന്നു. അവിടെ കുറച്ച് പേർക്ക് ഭക്ഷണം വിളമ്പാനായിട്ട് നമ്മുടെ സുധി ചെല്ലുമ്പം സുധിയുടെ കയ്യിൽ നിന്ന് കുറച്ച് സാമ്പാർ തട്ടി ഒരാളുടെ ദേഹത്ത് വീഴാണ്. അപ്പം അയാൾ പെട്ടെന്ന്, ഇപ്പം നമ്മുടെ ദേഹത്താണെങ്കിലും ഒരു ഹോട്ടലിൽ ചെല്ലുമ്പോഴത്തേക്കും ആ ഒരു ഹോട്ടൽ ജീവനക്കാരൻ കുറച്ച് സാമ്പാർ നമ്മുടെ ദേഹത്താണെങ്കിലും വീഴ്ചെങ്കിലും നമ്മളും ദേഷ്യപ്പെടും. അപ്പൊ പെട്ടെന്ന് അയാൾ എന്താണോ താൻ ഈ കാണിക്കുന്നത്, എനിക്ക് കണ്ണ് കാണത്തില്ലേ, താൻ എന്താ ഈ കാണിച്ചതെന്ന് ചോദിച്ചിങ്ങനെ ദേഷ്യപ്പെട്ടപ്പോഴത്തേക്കും സുധിയുടെ സ്വഭാവം അറിയാലോ, ഇങ്ങോട്ടൊന്ന് ദേഷ്യപ്പെട്ടാൽ സുധി വലിയ ആളാന്ന രീതിയിൽ അങ്ങോട്ടേക്കും ദേഷ്യപ്പെടും. സുധി പറഞ്ഞു, അതെ അറിയാതെ പറ്റിയതല്ലേ, സോറി സാർ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, സോറിയോ, തൻ്റെ ഒരു സോറി, തനിക്ക് കണ്ണു മൂക്കൊന്നും ഇല്ലടോ, താൻ എന്താണോ ഈ കാണിച്ചതെന്ന് ചോദിച്ചു വീണ്ടും ഇങ്ങനെ അയാൾ ഇങ്ങനെ മെക്കിട്ട് കയറാൻ ചെന്നപ്പോഴത്തേക്കും എന്താ എടോ താൻ എന്നൊക്കെ നീ എന്നെ വിളിക്കാന്? അതെ ഞാൻ ആരാന്ന് ഓർത്തോണ്ടാ, ഞാൻ ആരാന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നീ എടോ താനൊന്നും വിളിക്കത്തില്ലെന്ന് സുധി പറഞ്ഞപ്പോ നീ ആരാ? ഈ ഹോട്ടലിൽ വെറും ജീവനക്കാരൻ അല്ലേ? അപ്പൊ പിന്നെ നിന്നെ എടോ പോടോ എന്നല്ലാതെ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളുവായി. പെട്ടെന്ന് ആ കടയിലെ മുതലാളി വന്നിട്ട് സുധീനെ പിടിച്ചു മാറ്റി. എന്നിട്ട് അയാളോട് സോറി പറയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മുടെ ദൈവം എന്ന് പറയുന്ന കസ്റ്റമറാണ്. ഒരു ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ദൈവം ആരാ? കസ്റ്റമർ തന്നെയാണ്. അപ്പൊ അവരെ അതിൻ്റെതായ രീതിയിൽ ട്രീറ്റ് ചെയ്യണം. സത്യത്തിൽ സുധിക്ക് ഇതൊന്നും അറിയത്തില്ല. അപ്പൊ ആ മുതലാളി പെട്ടെന്ന്, ആ കടയുടെ മുതലാളിയാണ്, എന്നിട്ട് പോലും സോറി സാർ, ക്ഷമിക്കണം സാർ, പ്ലീസ് സാർ, ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞപ്പം ഇതുപോലെയുള്ള ഹോട്ടലിലൊക്കെ ആരെങ്കിലും കയറുപോലോ, ഇങ്ങനെയുള്ളവരെയാണോടോ ജോലിക്ക് വെക്കുന്നത്, തനിക്ക് നാണമില്ലടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും സുധി, ഈ മുതലാളി ഇങ്ങനെ കൂടി നിൽക്കുന്നത് കണ്ടപ്പോഴത്തേക്കും സുധി ചോദിക്കുക, അല്ല ഇത് തൻ്റെ കടയല്ലേ, പിന്നെ എന്നതിനെ താൻ ഇയാളുടെ മുമ്പിൽ കൂടി നിൽക്കുന്നതെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും സുധിയോട് പറഞ്ഞു മിണ്ടാതിരിക്കാൻ പറഞ്ഞു. ഏതായാലും ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവരൊക്കെ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും മുതലാളി ഇങ്ങ് വന്നില്ല. എന്നിട്ട് സുധിയോട് പറഞ്ഞു, നീ എന്താടാ, നീ ആരാ, നീയേ ദൈവമൊന്നും അല്ലല്ലോ. എടാ നമുക്കൊരു കസ്റ്റമറിനെ കിട്ടി അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പോലും അറിയില്ലാത്ത നിന്നെയൊക്കെ പിടിച്ച് ജോലിക്ക് വെച്ച എന്നെ വേണോടാ ഫസ്റ്റ് തല്ലാന്. അവൻ കൂലി ഇല്ലാന്നും പറഞ്ഞ് കാറി കൂവി വന്ന് എൻ്റെ കാല് പിടിച്ചിട്ടാ ഞാൻ നിനക്ക് ജോലി തന്നത്. എന്നിട്ട് ഇപ്പൊ നീ എൻ്റെ കഞ്ഞി പാറ്റിയിടാൻ നോക്കുന്നു. അല്ലെങ്കിലും നീ വന്നപ്പം മുതലേ അശകുനമാണ്. നീ കുറേ പേരെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരും, അവർക്ക് ട്രീറ്റ് കൊടുക്കും, ഒന്നെങ്കിൽ ഒരു ദിവസം വരത്തില്ല, അല്ലെങ്കിൽ തലവേദന, ആ വേദന, ഈ വേദന. നിന്റെ ഉദ്ദേശം എന്താ? അത് പിന്നെ ഞാൻ ചെയ്തതിൽ എന്താ സാർ തെറ്റിരിക്കുന്നത്? സാറിന്റെ കടയല്ലേ, അപ്പൊ സാറിന് അതിന്റെ രീതിയിൽ അങ്ങ് പെരുമാറിയാ പോരെ. അവന്മാര് പോയ അടുത്ത കസ്റ്റമർ വരുമെന്ന് ചിന്തിക്കണം. നിർത്തണ നിന്റെ പ്രസംഗം. അടുത്ത കസ്റ്റമർ, എടാ നീയൊന്നും ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല. എന്റെ ദൈവം ഉണ്ടല്ലോ, ആ ഫോട്ടോയിൽ ഇരിക്കുന്ന ആളല്ല, ഇവിടെ വരുന്ന കസ്റ്റമേഴ്സാ. അപ്പൊ അവർക്ക് കൊടുക്കേണ്ട പരിഗണന അത് എന്താണെങ്കിലും ഞാൻ കൊടുത്തിരിക്കും. ഒരു ബിസിനസിന്റെ ഏറ്റവും നല്ലൊരു മൂല്യം അതാടാ. അതുപോലും അറിയത്തില്ലാത്ത നിന്നെ പിടിച്ച് ഇവിടെ ജോലിക്ക് കയറ്റി എന്നെ വേണം പറയാന്. അതെ, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോക്കോ.
ഇനി നിനക്കിവിടെ ജോലിയില്ല, ഇതും കൊണ്ട് നിന്റെ ജോലി അവസാനിച്ചു, മതിയായി, എൻ്റെ പൊന്നു സുധി നീ പോകാൻ നോക്കാൻ പറഞ്ഞപ്പം അയ്യോ അത് പിന്നെ എൻ്റെ ഈ മാസത്തെ ശമ്പളമോ ഒരു പകുതി മാസം ആയതല്ലേ ഉള്ളൂ, പകുതി മാസം ആയതേ ഉള്ളൂ, നീ എൻ്റെ കടയ്ക്ക് എത്ര ചീത്തപ്പേരുണ്ടാക്കി വെച്ചടാ. അത് പോട്ടെ, കഴിഞ്ഞ ദിവസം ഏതോ കൂട്ടുകാരൻ വന്ന് മൂക്കൊറ്റം വലിച്ചു കയറ്റിയിട്ടും പോയില്ലേ, പിന്നെ എന്തോ ശമ്പളമാണ് നിനക്ക് തരാനുള്ളത്, ഇവിടെ ഒരു കുമ്പളവും ഇല്ല, ഒരു കിമ്പളവും ഇല്ല, ശമ്പളവും ഇല്ല, മര്യാദയ്ക്ക് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ സുധീനെ അവിടെ നിന്ന് ഇറക്കി വിടുകയാണ് കേട്ടോ. വല്ലാത്തൊരവസ്ഥയായി പോയി നമ്മുടെ സുധിക്ക്. ഏതായാലും ആ ജോലിയും പോയി. സുധിയുടെ കയ്യിലിരിപ്പിന് ജോലി പൊക്കോണ്ടേ ഇരിക്കുകയാണ്. ഇത് നമ്മുടെ ശ്രുതി അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാകാൻ പോകുന്നത് പ്രത്യേകിച്ച് ഞാൻ പറയണ്ടല്ലോ. എന്തായാലും ഈ സീൻ കഴിഞ്ഞ അടുത്ത സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർഷേനെയും വർഷയുടെ അമ്മേനെയാണ് കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ വർഷ ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വർഷയുടെ അമ്മ വർഷേനെ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അങ്ങോട്ടേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വർഷ പെട്ടെന്ന് വരുന്നു. എന്താ അമ്മേ കാണാൻ വന്നതെന്ന് ചോദിക്കുമ്പം മോളെ നീ എന്താ മോളെ എന്താ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വല്ല പ്രശ്നമുണ്ടോ? കഴിഞ്ഞ ദിവസം സൈക്കിളിൽ പോകുന്ന കണ്ടു, നിങ്ങളുടെ ബൈക്ക് എന്ത് ചെയ്യും, എന്താ മോളെ ഇത് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് വർഷം ഒരു ഒറ്റ ചിരി വെച്ചിട്ട് അമ്മ എന്താ ഈ പറയുന്നത്, ഞങ്ങൾ സൈക്കിളെ പോകുന്നത് കണ്ടിട്ട് അമ്മ എന്താ വന്ന് മിണ്ടാതിരുന്നത്, അല്ല നിങ്ങൾ എന്തിനാ സൈക്കിളെ പോയത്, എന്തു പറ്റി CC-ക്കാർ വല്ല വണ്ടിയും പിടിച്ചോണ്ട് പോയോ, മോക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ അമ്മേനെ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ പോരെ, അല്ല നിങ്ങൾ റെസ്റ്റോറൻറ്റ് ഇടാൻ പോകുക, അത് മാത്രമല്ല നീ നാഴേക്ക് 40 വട്ടം പറയില്ല നിന്റെ ഭർത്താവ് പാവമാണ്, നല്ലവനാണെന്നൊക്കെ, കഴിവുള്ളവനാണെന്നൊക്കെ, പിന്നെ എന്താ പറ്റിയത് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എൻ്റെ പൊന്നമ്മയൊന്ന് നിർത്തുന്നുണ്ടോ, കഥ അറിയാതെ ആടാതിരിക്കും. അത് പിന്നെ ഞാനൊരു ചെറിയ പണിഷ്മെന്റ് കൊടുത്തതാ ശ്രീകാന്തിന്. പണിഷ്മെന്റോ, എന്ത് പണിഷ്മെന്റ്? അത് പിന്നെ വേറൊന്നും അല്ലമ്മേ, ഞങ്ങള് ഫസ്റ്റ് ടൈം കണ്ട ദിവസമേ അവൻ മറന്നുപോയി, അപ്പൊ പിന്നെ അവന് ചെറിയൊരു പണിഷ്മെന്റ് കൊടുക്കണ്ടേ, അതിന് ഞാൻ സൈക്കിളിൽ കൊണ്ടുപോകാൻ പറഞ്ഞു, അങ്ങനെ പോയപ്പോഴായിരിക്കും അച്ഛനും അമ്മയും ഞങ്ങൾ കണ്ടത്, അല്ലാതെ വേറൊന്നുമല്ല. ദേ എനിക്ക് ഭയങ്കര സന്തോഷമേ അവൻ്റെ കൂടെ ഉള്ള ജീവിതം. അവന് സാമ്പത്തികമായിട്ടും വലിയ കുഴപ്പമൊന്നുമില്ല, അവന് എന്നെ നല്ല രീതിയിൽ തന്നെ നോക്കുന്നുണ്ട്, പിന്നെ എന്നെ പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് സ്വന്തമായിട്ട് ജോലിയില്ലേ, പിന്നെ അവൻ്റെ പൈസ എനിക്ക് വേണ്ടല്ലോ. അത് മാത്രമല്ല ആ കുടുംബം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പഠിച്ചു, ആ കുടുംബത്തിലുള്ള എല്ലാവരെയും എനിക്കിഷ്ടമാണ്. അപ്പം സച്ചിയുടെ കാര്യം, അവൻ്റെ കാര്യം ഞാനിപ്പം നോക്കാറില്ല, ഞാനും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചു. അവന് വല്ലപ്പോഴും ഒക്കെ വന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്, ഞാനത് മൈൻഡ് ചെയ്യാറൊന്നുമില്ല. അല്ല മോളെ നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മയോട് പറയണം കേട്ടോ, അല്ല കാറ് വല്ലതും, ഒരു കാറ് ഞങ്ങൾ ഉടനെ ബുക്ക് ചെയ്യാനിരിക്കുകയാണ്, അമ്മ ഒന്നും കൊണ്ടും പേടിക്കണ്ട, അമ്മയുടെ മരുമകൻ എന്നെ പൊന്നുപോലെ നോക്കുന്നുണ്ട്, അതുപോലെ ഏതായാലും അത് മതി മോളെ, ദേ ഇത് 2 ടിക്കറ്റാ നമ്മുടെ ആലപ്പുഴയ്ക്ക് ഉള്ളതാണ്, അവിടെ ബീച്ചിലേക്കും അങ്ങനെ കുറേ സ്ഥലത്തേക്ക് ആലപ്പുഴ കുറേ കറങ്ങാനുള്ള ഒരു ടിക്കറ്റ്, 2 ടിക്കറ്റ് കൊടുക്കുകയാണ്. അപ്പം ഇവരുടെ അച്ഛൻ എന്തോ ഒരു ഇതുണ്ട് കേട്ടോ, കാരണം എല്ലാ വർഷവും ഇങ്ങനെ കിട്ടുന്നതാണ്, ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ എന്നല്ല, ഇങ്ങനെ ഇച്ചിരി തലപ്പത്തിരിക്കുന്നവർക്കൊക്കെ ഇങ്ങനെ ഓഫറൊക്കെ വരുമല്ലോ, അപ്പൊ അങ്ങനെ ഓഫറിൽ എങ്ങാണ്ട് വന്നതാണ് ഈ ഒരു 2 ടിക്കറ്റ്. അപ്പൊ അവർക്ക് രണ്ടുപേർക്കും പോകാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ മക്കളങ്ങ് പോട്ടെ എന്നോർത്ത് അമ്മ കൊണ്ടുവന്ന് കൊടുക്കാണ്. അപ്പൊ ഈ ടിക്കറ്റ് മേടിച്ചിട്ട് വർഷ പറഞ്ഞു, ഞങ്ങൾക്ക് ഒന്നാമത് സമയം കിട്ടിയിട്ടില്ല അമ്മേ ഹണിമൂണൊന്നും പോകാന്, ഏതായാലും കൊള്ളാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആദ്യം നിങ്ങളുടെ ജീവിതം നിങ്ങൾ നോക്കണം, ഈ ജോലി തിരക്ക് എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഓടിപ്പിടിച്ച് നടക്കരുത്, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്, ഈ സമയത്തല്ലേ ഹണിമൂണ് പോകാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് മക്കള് പോകണം എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ കൊടുക്കാനിട്ട് ഏതായാലും വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ വർഷം അങ്ങ് പോവുകയാണ്. അപ്പം ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്മിയും ദേവും കൂടെ ചന്ദ്രോദയത്തേക്ക് വരികയാണ്. അപ്പൊ അവിടെ വരുമ്പോ തന്നെ ടാക്സി, അതായത് കാറ് കാണുന്നില്ല, അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ആശ്വാസപ്പെട്ടാണ് വരുന്നത്. കാരണം സച്ചിനെ കാണാൻ ആഗ്രഹമില്ല അവർക്ക് തീരെ, അത് മാത്രമല്ല സച്ചിനെ മുഖം കൊടുക്കാനൊന്നും പറ്റില്ല, കാരണം ആ ഒരു അവസ്ഥയിലാണല്ലോ നമ്മുടെ സച്ചി, ഇപ്പൊ ആ ഒരു അവസ്ഥയാക്കി ഇട്ടേക്കുവാണല്ലോ ലക്ഷ്മിനെയൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരവിടെ കാണല്ലേ എന്ന് ഓർത്താ വരുന്നത് കേട്ടോ. ഏതായാലും ഇവര് വരുന്നത് കണ്ടതും നമ്മുടെ ചന്ദ്രയും ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ്, ഇവര് വരുന്നത് ഇഷ്ടമല്ലല്ലോ. ഏതായാലും രവീന്ദ്രൻ ഇവരെ അകത്ത് കയറ്റി സ്വീകരിച്ച് ഇരുത്തുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിന്റെ ബാക്കി കഥ ഞാൻ നാളെ ഉച്ചയ്ക്ക് പറയാം കേട്ടോ, കാരണം ഏകദേശം ഈ ഭാഗം കൊണ്ടൊക്കെ ഈ ഭാഗത്ത് എത്തുമെന്നും അറിയത്തില്ല നമ്മുടെ നാളത്തെ വിശേഷം. അപ്പൊ ഏതായാലും ഞാൻ ഇവിടം കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാണ്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞു പോവുകയാണെങ്കിൽ പിന്നെ ഞാൻ നാളെ വന്നിരുന്ന് പറയുമ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ നിങ്ങൾക്കും ബോറാകും, എനിക്കും ബോറാകും. അതുകൊണ്ട് എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് വരുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.